നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. പ്രതിമാസം 3000 രൂപ ലഭിക്കുന്ന പെൻഷൻ ഏതൊക്കെയെന്ന് നോക്കാം. പ്രധാനമായി 2 പ്രധാന പദ്ധതികളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. 2 സ്കീമുകളാണ് 3000 രൂപ പെൻഷൻ നൽകുന്നതായി നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. PMSYM പ്രധാനമന്ത്രി ശ്യാം യോഗി മന്ദൻ യോജന. അനിയന്ത്രിത മേഖലയിലെ തൊഴിലാളികൾക്ക് 60 വയസ്സിന് ശേഷം 3000 വരെ പ്രതിമാസം പെൻഷൻ ലഭിക്കുന്നതായിരിക്കും. രണ്ടാമതായി APY അടൽ പെൻഷൻ യോജന. എല്ലാവർക്കും തുറന്ന പദ്ധതിയാണ്. 60 വയസ്സിന് ശേഷമുള്ള ഗ്യാരണ്ടീഡ് പെൻഷൻ ആണ്. 1000 രൂപ മുതൽ 5000 വരെ ലഭിക്കും. ചിലപ്പോൾ 3000 ലഭിക്കാനും സാധ്യതയുണ്ട്. PMSYM പദ്ധതിയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തെല്ലാമെന്ന് നോക്കാം. പ്രായം 18 മുതൽ 40 വയസ്സായിരിക്കണം. മാസവരുമാനം 15000 വരെ ആയിരിക്കണം. സ്വമേധയാ പങ്കെടുത്തിരിക്കണം. ഈ പദ്ധതിയിലൂടെ എന്തെല്ലാം ബെനിഫിറ്റ്സ് എന്ന് നോക്കുമ്പോൾ 60 വയസ്സിന് ശേഷം പ്രതിമാസം 3000 രൂപ ലഭിക്കും. സ്പൗസിനാണെങ്കിൽ 50% എന്ന് വെച്ചാൽ 1500 രൂപ. വർക്കർ കോൺട്രിബ്യൂഷനും ഗവൺമെന്റ് കോൺട്രിബ്യൂഷനും ആയിരിക്കും ലഭിക്കുക. ഇതിനായി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഓൺലൈനായി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് mandan.in അത് ചെയ്യാൻ സാധിക്കാത്തവർക്ക് കോമൺ സർവീസ് സെന്ററിലെത്തി ചെയ്യാവുന്നതാണ്. അതിനായി ആധാർ, സേവിങ്സ് അക്കൗണ്ട്, മൊബൈൽ നമ്പറും നൽകേണ്ടതുണ്ട്. ഇനി അടൽ പെൻഷൻ യോജന പദ്ധതിയിൽ എങ്ങനെയാണ് ചേരാൻ സാധിക്കുന്നത്? 60 വയസ്സിന് ശേഷം ഗ്യാരണ്ടീഡ് പെൻഷനാണ്. 1000 മുതൽ 5000 വരെ ലഭിക്കും. 3000 പെൻഷൻ ലഭിക്കാനും ഓപ്ഷൻ ഉണ്ട്. രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായി ബാങ്ക് ഇല്ലെങ്കിൽ ENPS എന്ന പോർട്ടൽ മുഖേനയും ആധാർ KYC എല്ലാം സബ്മിറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം. നിങ്ങൾക്ക് യോഗ്യതയുള്ള മറ്റ് സ്കീംസ് കണ്ടെത്താനായി myscheme.gov.in സന്ദർശിക്കാം. സെർച്ച് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ഫോം പൂരിപ്പിച്ച് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. എല്ലാ അപ്ഡേറ്റ്സും SMS, ഇമെയിൽ വഴി ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് PMSYM അല്ലെങ്കിൽ APY ഈ സ്കീമുകളിൽ നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ വൈകാതെ തന്നെ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്